മീൻ എപ്പോഴാ എങ്ങനെ ഒരു സമയത്ത് വരുന്നില്ല, വന്നുകൊണ്ടിരിക്കും, ചില സമയം ഉണ്ടാവില്ല, അങ്ങനെയാണ്. നിർദ്ദേശനെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഇവിടെ ഒന്നും നടക്കില്ല. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലിയം ബീച്ചിലാണ്. ചാലിയം ബീച്ച് എന്ന് പറഞ്ഞാൽ ബേപ്പൂർ പുഴയും കടലുണ്ടി പുഴയും ഒന്നിച്ച് ചേർന്നത് ഈ ചാലിയം ബീച്ചിലാണ്. ഈ രണ്ട് പുഴകളും ചേർന്നിട്ടാണ് ചാലിയം ബീച്ച് ഉണ്ടാവുന്നത്. വെൽക്കം ബാക്ക് ജാസി ടോക്സ്. കടലുണ്ടി പുഴയുടെ വടക്ക് ഭാഗം ചാലിയവും കിഴക്ക് ബേപ്പൂരുമാണ്. ഈ അടുത്ത കാലത്ത് പുതുതായി വന്ന പദ്ധതിയാണ് ഓഷ്യാനസ് ചാലിയം ബീച്ച് ടൂറിസം വികസന പദ്ധതി. അതിൻ്റെ ഭാഗമായാണ് ഈ കാണുന്ന ചെറു കെട്ടിടങ്ങളെല്ലാം. ബീച്ചിൻ്റെ സൈഡിലായിട്ട് ട്രഡീഷണൽ രീതിയിലുള്ള ഒരുപാട് സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരുപാട് കാഴ്ചക്കാർ ഇവിടെ എത്താറുണ്ട്. ഞാനങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരുപാട് പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. മീൻ പിടിക്കാൻ പോയ തോണികൾ തിരിച്ചു വരുന്നതും പ്രതീക്ഷിച്ചിട്ടുള്ള നിൽപ്പാണ്. ചരിത്രത്തിൽ പ്രസിദ്ധമായ ചാലിയം യുദ്ധം നടന്നതും പോർച്ചുഗീസുകാർ കോട്ട പണിത സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇതാണ് ചാലിയം കോട്ട. 1531 പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയതാണ് ഈ ചാലിയം കോട്ട. ചാലിയം കോട്ടൻ്റെ അവശിഷ്ടങ്ങളാണ് എൻ്റെ ബാക്കിലും ഞാനിപ്പോൾ നിൽക്കുന്നതൊക്കെ. ചാലിയം കോട്ട മുല്ലമ്മേൽ കോട്ട എന്നും അറിയപ്പെടാറുണ്ട്. 1531 പറങ്കികൾ നിർമ്മിച്ച കോട്ടയാണിത്. കടൽ മാർഗവും പുഴമാർഗവും മലബാർ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അറബിക്കടലും ചാലിയാറും ചേരുന്ന അഴിമുഖത്തോട് ചേർന്ന് പോർച്ചുഗീസുകാർ സൈനിക കേന്ദ്രം പടുത്തുയർത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാലത്ത് വലിയ സംഭവമായിരുന്ന ഒരു കോട്ടൻ്റെ മുകളിലാണ്. ഇതൊരു കോട്ടയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനാവില്ല. ഇതിന് ഇവിടുന്ന് കുറേ നേരമായി ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഞാനിപ്പോൾ എന്തോ കക്ക പിടിക്കണം എന്തോ പരിപാടിയാണെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ അവിടെ ഈ പൊതുശല്യക്കാർ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, അവർ വിറകൊക്കെ തീയിട്ടിട്ടുണ്ട്. ആ വിറകൊക്കെ നിങ്ങൾ പെരേ കൊണ്ടുപോകുമോ കത്തിക്കാൻ? ആ വിറക് കത്തിക്കാൻ കൊണ്ടുപോകില്ലേ? അപ്പോൾ അവിടെ കരക്കണിഞ്ഞിട്ടുള്ള വിറകും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അത് അവരൊക്കെ ഉണങ്ങി റെഡി ആയതിന് ശേഷം ഒരു കത്തിക്കാൻ വീട്ടിൽ കൊണ്ടുപോക്കാവും. അപ്പോൾ അത് ആരോ കള്ളുടിയന്മാരാരൊക്കെ തീയിട്ടിട്ട്, അപ്പോൾ ഓനും അവൻ്റെ ഉമ്മയും വല്യമ്മയൊക്കെ കൂടി ആ തീ അണച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ വിറക് ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് കുറേ ആൾക്കാർ അവിടെ ദൂരത്തൊക്കെ ഇങ്ങനെ തോണിയിൽ മീൻ പിടിക്കാൻ രാവിലെ പുലർച്ചെ 4 മണിക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് എന്താ പറയുക, നല്ലൊരു മെൻ്റലി ഒരു ഹാപ്പിനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബീച്ചിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തിരമാലകളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നാൽ മതി. നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബീച്ചിൻ്റെ സൈഡ് തന്നെയാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് നിർദ്ദേശ്. ഇപ്പോൾ നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. അതായത് പ്രതിരോധ കപ്പൽ നിർമ്മാണശാല, അതായത് യുദ്ധക്കപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നിർദ്ദേശ്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത്. ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിച്ച് ഇത് പ്രവർത്തിപ്പിക്കാൻ ഇവിടെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും ആ നിർദ്ദേശ പദ്ധതിയുമായി ഇങ്ങനെ കേന്ദ്രം ഈ ഒരു സ്ഥലം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ നിർദ്ദേശിനെ കുറിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാർ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതൊന്ന് കേട്ടോക്കി. ജനങ്ങൾക്ക് ആവശ്യാർത്ഥമായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലല്ലേ വേണ്ടി. അതെ അതെ. ഇതിപ്പോ 4-5 വർഷമായി ഇപ്പം അത് നേരത്തെ ഓയിൽ പ്ലാന്റ് മറ്റേ ഗ്യാസ് പ്ലാന്റാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്.
അതിനോടനുബന്ധിച്ചിട്ട് ഈ സ്ഥലം കേന്ദ്രത്തിൻ്റെ അടുത്തേന് ഉണ്ടായത്. കേന്ദ്രവും അങ്ങനല്ലേ? ആ, അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞ വലിയ ഗ്യാസ് പ്ലാന്റ് തുടങ്ങിയെന്ന് ആദ്യം ഗ്യാസ് പ്ലാന്റിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കൈമാറി കൊടുത്തു. അത് വീണ്ടും കേന്ദ്ര ഗവൺമെന്റിന് 2013 കേന്ദ്ര ഗവൺമെന്റിന് വീണ്ടും കൈമാറി. അങ്ങനെ പിന്നെ നിർദ്ദേശിച്ച് പറഞ്ഞാണ്ട് വന്നു. അതിവിടെ പ്രാബല്യത്തിൽ വരില്ലല്ലോ. ഇത്രയും ജനങ്ങൾ തിങ്ങി താമസിക്കുന്നിടത്ത് അങ്ങനെ ഒരു നിർദ്ദേശം നടത്തി വന്നിട്ട് ഇപ്പം 4-5 വർഷമായില്ലേ. ഈ 4-5 വർഷത്തിൻ്റെ അടുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അതിനെക്കാട്ടി നല്ലത് ആ ഭൂമി ഇന്ന് നിലവിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിന് തന്നെ ഉപയോഗിക്കാൻ മുട്ടെടുത്താന്നുണ്ടെങ്കിൽ അതിലേറെ മെച്ചല്ലേ. ഇത് എളമരം കരിയുമ്പോൾ കൊടിയേരി ബാലകൃഷ്ണനാണ് ഇതുണ്ടാവും. ഓരുണ്ടാവുമ്പോൾ അത് വന്നത്. നിങ്ങളെ പേരെന്തായിരുന്നു? നിങ്ങളെ പേര്? നാസർ. നിങ്ങളെ അസീസ്. നിങ്ങൾ ഇവിടെ തന്നെ, നാട്ടിൽ തന്നെ? ഇമ്പിച്ചാജി സ്കൂളിൻ്റെ അവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ചാലിയം ബീച്ചിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ ചാലിയം ഹാർബറിലേക്ക് പോവാം. ചാലിയത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് ജങ്കാർ സർവീസുകളുണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് ഈടാക്കുന്നത്. വാഹനങ്ങൾക്ക് 15 രൂപ മുതലും. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചാലിയം ഫിഷ് മാർക്കറ്റിലാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ചാലിയം ഫിഷ് മാർക്കറ്റിലാണ്. ഇതൊരു വലിയൊരു മാർക്കറ്റാണ്. നമ്മളെ തോണിക്കാരൊക്കെ വന്നിട്ട് കൂടുന്ന ലേലം വിളിയൊക്കെ നടക്കുന്ന ഒരു മാർക്കറ്റിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നല്ല തിരക്കുണ്ട് അവിടെ. മീനുകളൊക്കെ ഇതാ അവിടെ ഓരോ തോണികൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയിൽ ഇങ്ങനെ കയറും. എന്നിട്ട് ആ തോണിയിലുള്ള മീനുകളൊക്കെ അവിടെ ഇറക്കിയിട്ട് അവിടെ വെച്ചിട്ട് ലേലം വിളിക്കും. അവിടെ നിന്ന് തന്നെ ആൾക്കാർ വെട്ടിയെടുത്ത സാധനങ്ങൾ കൊണ്ടുപോകും. അതാണ് ഇവിടെയുള്ള സിസ്റ്റം. ഇവിടെ കുറേ വെറൈറ്റി മീനുകളുണ്ട്. വലിയ മീൻ. ഈ വലിയ മീൻ ഏതാ? ഓലമീൻ. ആ, അതെന്ത് തൂക്കം വരും? അത് കിലോ 280 റുപ്യ. 280 കിലോന്. അപ്പോൾ എത്ര തൂക്കം ഉണ്ടാവും? അത് 25 കിലോ ഉണ്ട്. 25 കിലോ ഉണ്ടോ? ഇന്ന് കിട്ടിയ ഫ്രഷ് ആണല്ലേ? ചൂണ്ടമീൻ. നിങ്ങളെ പേരെന്താണ്? നാസർ. ആ, അപ്പോൾ നാസർ ഖാൻ്റെ സ്റ്റാളാണ് കണ്ടത്. ഇതേപോലെ കുറേ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. കുറേ മീനിൻ്റെ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. ഒരു സൈഡിൽ തോണിയിൽ നിന്ന് മീൻ ഇറക്കിയിട്ട് അവിടെ ലേലം വിളി നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഭയങ്കര ബഹളമാണ്. ഞാനിവിടുത്തെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ലേലം വിളി നടക്കുന്നതാണ്. പക്ഷേ ഞാനവിടെ എത്തിയപ്പോൾ ലേലം വിളിയൊക്കെ കഴിഞ്ഞ് മീനൊക്കെ വണ്ടിയിൽ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. പിടിച്ച മീനുകളൊക്കെ ഇറക്കിയ ശേഷം അടുത്ത മീൻപിടുത്തത്തിനായി തോണികൾ വീണ്ടും പോകുന്നത് കാണാം. ഒരുപാട് ഇനം പക്ഷികൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. മീൻ പിടിച്ചു വരുന്ന തോണികളും കാത്ത് മരക്കൊമ്പിലങ്ങനെ ഇരിക്കും. തോണി കരക്കടക്കുമ്പോൾ അതിൽ നിന്നും മീൻ റാഞ്ചാനുള്ള തിരക്കിലാകും ഈ കാണുന്ന പക്ഷികളെല്ലാം. ഇവിടെ എത്രയായി? 4 കൊല്ലായി. 4 കൊല്ലായില്ലേ? നിങ്ങളെ പേര്? എല്ലാവരും മമ്മൂപ്പറ കടയാ. ആ, നിങ്ങളെ കട എന്നില്ല.
6 മണി. 6 മണി. നാല് മണിക്കൊന്നും ഇവിടെ ആൾക്കാരെത്തൂല. ആ ഉണ്ടാവും. വേറെ കടയുണ്ട് തുറക്കുന്ന. വേറെ കിടക്കാറ്. നമ്മൾ 6 മണിക്കാണ് തുറക്കുക. 6 മണിക്ക് പോകും. തോണിക്കാർ റിട്ടേൺ വരുമ്പോ നിങ്ങൾ തോണിക്കാർ മീനുണ്ടാകുന്നേരം മീൻ എപ്പോഴാ എങ്ങനെ ഒരു സമയത്ത് വരുന്നില്ല, വന്നുകൊണ്ടിരിക്കും. ചില സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ വെച്ചിട്ട് നമ്മളെ 2 ഫോളോവേഴ്സിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ പേരെന്തായിരുന്നു? അജ്മൽ, നൗഷാദ്. ഇവർ നൗഷാദ് സൗദിയിലും അജ്മൽക്ക് ദുബായിലാണ്. അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഓക്കെ, അവരിവിടുന്ന് മീനൊക്കെ വാങ്ങിയാൽ പോവാണ്. ഇവിടെ ബീച്ചിൽ വന്നാൽ നേരം പോകുന്നത് അറിയില്ല കേട്ടോ. സമയം പെട്ടെന്നാണ് പോകുന്നത്. ചാലിയം ബീച്ചിലെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എനിക്കറിയണ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ചാലിയത്ത് വന്നപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ബൈ.